ലഡാക്കിലെ പ്രതിഷേധ സമരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സോനു വാങ്ചുക് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. സോനു വാങ്ചുക് ഒന്നിലധികം NGOകളുടെ സന്നദ്ധ സംഘടനകളുടെ സാരഥിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗവും പ്രഭാഷണവും പ്രവൃത്തിയുമൊക്കെയാണ് വാസ്തവത്തിൽ ഈ പ്രകോപനപരമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടത്. അവരുടെ ആവശ്യം ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ അനുസരിച്ച് പ്രത്യേക അധികാരങ്ങളും കിട്ടണമെന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന പദവിയെക്കുറിച്ചുള്ള ചർച്ചകളാവാം, എന്നാൽ പ്രത്യേകമായ സ്വയംഭരണ അവകാശം നൽകില്ല എന്ന നിലപാടിലാണ്. നിരവധി ചർച്ചകൾ നടത്തി. അതിനിടയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ നിരാഹാരം ഇരിക്കാൻ തുടങ്ങിയതും നിരാഹാരം ഒരിടത്തും എത്താതായപ്പോൾ പെട്ടെന്ന് അക്രമാസക്തരാവുകയായിരുന്നു. CRPFന്റെ വാഹനം കത്തിച്ചു, BJPയുടെ ഓഫീസ് കത്തിച്ചു. അങ്ങനെ ഗുരുതരമായ ആക്രമണത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടു. അവർ പ്രതീക്ഷിച്ചത് നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്ന ജൻസി പ്രക്ഷോഭത്തിന്റെ തനിപ്പകർപ്പായിരുന്നു. ലഡാക്കിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചാൽ അത് ഇന്ത്യ മുഴുവൻ പടരുമെന്നും അത് മോദിയുടെ ഭരണം തന്നെ പോകുന്നതിന് കാരണമാകുമെന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഇവരെ പിന്തുണയ്ക്കാൻ വിദേശ ശക്തികളുണ്ട് എന്ന് വ്യക്തമാണ്. നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്ന ഇത്തരം ആഭ്യന്തര കലാപങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുണ്ടായിരുന്നു. അവർ വളരെ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടാണ് പലപ്പോഴും ഇത്തരം NGOകൾ ഇത്തരം ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാറുണ്ട്. ഈ സമരനായകനായ സോനം വാങ്ചുക് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. എന്തിനു വേണ്ടി പാകിസ്ഥാനിൽ പോയി എന്ന ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു NGOയുടെ ലൈസൻസ് നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇന്നലെ മറ്റൊരു NGOയുടെ ലൈസൻസ്, അതായത് FCR രജിസ്ട്രേഷൻ, വിദേശ ഫണ്ട് കൈപ്പറ്റാനുള്ള അവകാശം റദ്ദാക്കി. ഇവരൊക്കെ നേപ്പാൾ മോഡലിൽ ഒരു കലാപത്തിന് തുടക്കമിടാൻ വേണ്ടി നടത്തിയ ശ്രമമാണെന്ന് കേന്ദ്ര സർക്കാർ ആശങ്കപ്പെടുന്നെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. പാവപ്പെട്ട കുട്ടികളാണ്, അവരെ ഇങ്ങനെ മോഹിപ്പിച്ചതാണ്. ഇവർ മിക്കവരും ബുദ്ധമതക്കാരാണ്. ലഡാക്കിലെ ലേയിലാണ് ഈ സംഭവം. ഈ ലേയിലുള്ളവരൊക്കെ ബുദ്ധമതക്കാരാണ്. അവര് സമാധാനവാദികളാണ്. പക്ഷെ അവർ ചില പ്രകോപനത്തിൽ വീണുപോയി. അവർ അക്രമാസക്തരായി രംഗത്തിറങ്ങി. പക്ഷെ ഇത് നേപ്പാൾ ആയിരുന്നില്ല, ബംഗ്ലാദേശ് ആയിരുന്നില്ല, ശ്രീലങ്ക ആയിരുന്നില്ല. ഞൊടിയിടയിൽ CRPFും പോലീസും പട്ടാളവും ഒക്കെ ഇറങ്ങി അതിശക്തമായി അടിച്ചമർത്തി. വാസ്തവത്തിൽ അത്രയും ശക്തമായ ആക്രമണം ആ കുട്ടികളോട് കാണിക്കേണ്ടായിരുന്നു അഭിപ്രായം എനിക്കുള്ളത്. കാരണം അവർ പാവങ്ങൾ, അവരുടെ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ വെടിവെച്ചു കൊന്നത് എന്തിനാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. വലിയ ഒരു ഷോക്കായിരിക്കാണ് കമ്മ്യൂണിറ്റി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അടിച്ചോളൂ, എന്തിനാണ് കൊന്നത് എന്ന ചോദ്യമാണ്. കൊല്ലപ്പെട്ട 4 പേരിൽ 3 പേര് പിള്ളേരാണ്. പക്ഷെ ഇതാണ് ഇന്ത്യയുടെ നയം. ഇത്തരത്തിൽ ഒരു ജൻസി പ്രക്ഷോഭത്തെയും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ആ പ്രക്ഷോഭം തീർന്നു. സമരം അവർ വേണ്ടെന്ന് വെച്ചു. സകല വീടുകളിലും കയറി ഇറങ്ങി അതിശക്തമായി അടിച്ചമർത്തി. ജനാധിപത്യ പ്രക്ഷോഭത്തെ അങ്ങനെ നേരിടാമെന്ന് ചോദ്യമുണ്ട്. ഇല്ല, അതുവരെ അങ്ങനെ നേരിട്ടിട്ടിരുന്നില്ല. ഇവർ അക്രമകാരികളായപ്പോൾ, പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ ഇറങ്ങിയപ്പോൾ, CRPF വാഹനം കത്തിച്ചപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ പോലീസിനെ പോലല്ല.